സ്വന്തമായി എക്സ്റേ യൂണിറ്റ് ഇല്ലാതെ ദുരിതം അനുഭവിച്ചിരുന്ന കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇനി എക്സ്റേ എടുക്കാൻ സ്വകാര്യ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ എക്സ്റേ കം ഫിസിയോതെറാപ്പി കെട്ടിടം നാടിന് സമർപ്പിക്കുകയും കെട്ടിടത്തിൽ പുതിയ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. അസ്ഥിരോഗ വിഭാഗത്തിൽ നിരവധി ശസ്ത്രക്രിയകൾ നടക്കുന്ന ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് വേണമെന്ന ആവശ്യം ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് ആബിദ് ഹുസൈൻ തങ്ങൾ MLA ആസ്തി വികസന പദ്ധതിയിൽ 50 ലക്ഷം രൂപ ഉപയോഗിച്ച് കെട്ടിടവും 40 ലക്ഷം രൂപ ചെലവിൽ എക്സ്റേ യൂണിറ്റും സ്ഥാപിച്ചത്. ഡ്യുവൽ ഡിറ്റക്ടർ എക്സ്റേ യൂണിറ്റാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ നവീകരിക്കുകയും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങി നൽകുകയും ചെയ്തിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള അനസ്തേഷ്യ വർക്ക് സ്റ്റേഷനും ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കി. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് 38 ലക്ഷം രൂപ ചെലവിൽ ആർദ്രോസ്കോപ്പി സിസ്റ്റം സ്ഥാപിക്കാനും നടപടിയായിട്ടുണ്ട്. എക്സ്റേ കെട്ടിടവും എക്സ്റേ യൂണിറ്റും ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി അധ്യക്ഷത വഹിച്ചു. ആശുപത്രിക്ക് പുതിയ കവാടം, സോളാർ പ്ലാന്റ്, വിപുലീകരിച്ച OP ബ്ലോക്ക്, ഫിസിയോതെറാപ്പി വിഭാഗം എന്നിവയടക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1.7 കോടി രൂപയുടെ പദ്ധതികളും MLA നാടിന് സമർപ്പിച്ചു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PCA നൂർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV വേലായുധൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സാബിറ എടത്തടത്തിൽ, ആയിഷ ചിറ്റകത്ത്, OK സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, HMC അംഗങ്ങൾ എന്നിവരും പങ്കെടുത്ു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായക്ക് തന്നെ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട MLA കരങ്ങളാൽ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2,10 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഇന്ന് 6 പദ്ധതികളാണ് ബഹുമാനപ്പെട്ട MLA കരങ്ങളാൽ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമുക്കറിയാം, നാഷണൽ ഹൈവേയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി ദിനംപ്രതി 1000-ൽ പരം രോഗികളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തും ഈ ഒരു ഭരണസമിതിയുടെ കാലയളവിൽ ഏകദേശം 6.5 കോടി രൂപയാണ് ഈ ഒരു ആശുപത്രിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയും അതിൻ്റെ പദ്ധതികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അത് ഓരോ കാര്യങ്ങളും ഇന്ന് നാടിന് ഇതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് നമ്മൾ നാടിന് സമർപ്പിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിലേക്ക് തുടക്കം കൊടുക്കുകയാണ്. ഞാനിന്ന് ബ്രഹ്മള പഞ്ചായത്തിലെ രാവിലെ എല്ലാ പരിപാടികൾ കഴിഞ്ഞാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെത്തിയത്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നൂറ് പറഞ്ഞ മാതിരി പരിപാടികളുടെ ഒരു തുടർച്ചയായ അധികം കാരണമാണ് കുറച്ചേറെ വൈകുന്നത്. ഇനിയും ഉച്ചയ്ക്ക് 2-2:30 മണിക്ക് തന്നെ ഇവിടെ പരിപാടിയിൽ വളാഞ്ചേരിയിലൊക്കെ പദ്ധതിയുണ്ട്. പക്ഷേ ഇതിനൊരു സന്തോഷം വെച്ചാൽ സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ട് പരിപാടിയൊക്കെ ഉണ്ടാക്കി ഒരു ബോർഡൊക്കെ വെച്ച് ഒരു കത്തറൊക്കെ വലിച്ച് അങ്ങനെ പോകുന്ന ഇടപാടുകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് അതിനപ്പുറത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പരിപാടികൾ പൂർണ്ണമായും ജനങ്ങൾക്ക് നാളെ മുതൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ചിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ പദ്ധതികളിലൂടെ തുറന്നു കൊടുക്കാൻ സാധിച്ചത് എന്ന സന്തോഷവും ഞാൻ അറിയിക്കുന്നു. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.